അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കഴിഞ്ഞു. ചേതനയുള്ള ഒരു കോഴിക്കോട് നഗരത്തെ കാണാൻ കൊതിച്ച MD വിധി വൈപരീത്യം അല്ലെങ്കിൽ ഈ ദുരന്തം, മരണമെന്ന് പറയുന്ന രംഗബോധമില്ലാത്ത കോമാളിയുടെ ദുരന്ത സ്മാരകം പോലെ അദ്ദേഹം ഒരുപക്ഷെ എരിഞ്ഞടങ്ങാൻ ഇനി ഒരുപാട് സമയമൊന്നും ബാക്കിയാകുന്നില്ല. സാഹിത്യത്തെ സ്നേഹിക്കുന്ന, എഴുത്തിൻ്റെ കലയെ വളരെ വാത്സല്യത്തോടെ കാണുന്ന, എഴുത്തിൻ്റെ കലയെ അഭിരുചിക്കൊപ്പം യാത്രയാക്കുന്ന ഓരോ മലയാളി വായനക്കാരനും നൊമ്പരപ്പെടാൻ പോകുന്ന നിമിഷമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ലോകമെമ്പാടും ഇരുന്ന് 24ൻ്റെ പ്രേക്ഷകരും അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങൽ കാണുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കും എന്നെപ്പോലെ എത്രയോ തലമുറകൾക്ക് സാക്ഷിയായി നിന്ന ഒരുപാട് പുസ്തകങ്ങൾ, സിനിമകൾ, നാടകങ്ങൾ, അങ്ങനെ MD സംരക്ഷിച്ചു നിർത്തിയ സാഹിത്യ ലോകത്തിന് ആ ലോകം മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് MD കടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ അശ്വതിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ എത്തുകയായി ഒരുപക്ഷെ അവസാന കർമ്മങ്ങൾക്ക്. ഹാഷ്മി, എന്താണ് അവിടെ നിന്ന് ഹാഷ്മിക്ക് ഇപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? MD എന്ന ഒരു മഹാമനുഷ്യൻ്റെ അവസാന മിനിറ്റുകൾ കാണുമ്പോൾ ഉറപ്പായും എനിക്ക് ചങ്കിടിക്കുന്നു. ചങ്കിടിപ്പ് കൂടുന്നു, വല്ലാത്തൊരു ആദി കയറുന്നു. അത് ഈ ദൃശ്യങ്ങൾ കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ ആദി കയറുന്നുണ്ട്. കാര്യം MD എന്ന് പറയുന്ന ഭൗതിക സാന്നിധ്യം ഇനിയില്ല. ഉറപ്പായും ആ കഥാപാത്രങ്ങൾ ജീവിക്കുന്നത് പറയുമ്പോൾ പോലും MD എന്ന ഭൗതിക സാന്നിധ്യം ഇനിയില്ല എന്ന തിരിച്ചറിവ് നമ്മളെ അധീരമാക്കുന്നുണ്ട്. നമ്മളെ കരുത്തില്ലാത്തവരാക്കുന്നുണ്ട്. നമ്മുടെ മലയാള ഭാഷയെ ദുർബലമാക്കുമോ എന്ന ആശങ്ക നമുക്കുണ്ട്. നമ്മൾ മൊത്തത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടവരായി മാറുന്നു. MD എന്ന 2 അക്ഷരം, 2 ഇംഗ്ലീഷ് അക്ഷരം, അത്രത്തോളം മലയാളം നിറഞ്ഞ 2 ഇംഗ്ലീഷ് അക്ഷരം ഇനി നമുക്കിപ്പം ഭൗതിക സാന്നിധ്യമായി ഇനിയില്ല. ആ വലിയ തലപ്പൊക്കമായി ഇനിയില്ല എന്ന തിരിച്ചറിവ്. ചുവന്ന പൊട്ടിൽ പൊതിഞ്ഞ MD ഭൗതിക ശരീരം, മൃതദേഹം എടുത്ത് ഔദ്യോഗിക ബഹുമതി നൽകാൻ തയ്യാറാക്കി ആ പീഠത്തിന് മുകളിലേക്ക് വെക്കുകയാണ്. ഈ പറയുന്ന അവിടുത്തെ മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയായതാണ്. ഇനി ഇവിടെ നടക്കാനുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ലാസ്റ്റ് സല്യൂട്ട് തന്നെയാണ്. പ്രിയപ്പെട്ട കഥാകാര, പ്രിയപ്പെട്ട സാഹിത്യകാര, ഈ നാട് നിങ്ങൾക്ക് മുന്നിൽ നമ്രശിരസ്കരായി നിൽക്കുന്നു. ഈ നാടിന് അങ്ങ് നൽകിയ സംഭാവനകൾ അത് ഞങ്ങൾക്ക് മറക്കാവതല്ല, ഞങ്ങൾ കടപ്പെട്ടവരാണ് എന്ന് വിളിച്ചു പോകുന്ന ഒരു ലാസ്റ്റ് സല്യൂട്ട് അല്പസമയത്തിനകം നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മൾ കേരളം MD എന്ന് പറയുന്ന നമ്മളെ വിട്ടുപിരിയുന്ന ആ മഹാകഥാകാരന്, ആ സാഹിത്യകാരന് കൊടുക്കാൻ പോകുന്നു. അത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന ബാക്കി ഒരേ ഒരു ചടങ്ങ്. അതിനുശേഷം അത് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നു. അതിനുശേഷം MDയുടെ മൃതശരീരം 91 വർഷം, 7 പതിറ്റാണ്ടുകൾ ഈ മലയാളത്തിൻ്റെ സാമൂഹ്യബോധത്തിൽ, സാഹിത്യബോധത്തിലൊക്കെ അങ്ങേയറ്റം സ്വാധീനിച്ച ഒരു ഭാഷാ സമൂഹം എന്നുള്ള നിലയ്ക്ക് ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനില്ല. അത്തരത്തിൽ ലെജൻഡാണ്, അത്തരത്തിൽ ഇതിഹാസമാണ്. ഇതിഹാസ തുല്യൻ എന്നല്ല പറയേണ്ടത്, അദ്ദേഹം ഇതിഹാസം തന്നെയാണ്. ഇതിഹാസത്തെ നേരത്തെ നമ്മൾ ഉച്ചയ്ക്ക് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം കഥാകാരനാണ്, നോവലിസ്റ്റാണ്, അദ്ദേഹം തിരക്കഥാകൃത്താണ്, അദ്ദേഹം ഗാനരചയിതാവാണ്. ഏത് കള്ളിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തും? ഒരു കള്ളിയിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ട കാരണം അദ്ദേഹം ഇതിഹാസമാണ്. ഇതിഹാസങ്ങൾ കള്ളിയിൽ ഒതുങ്ങാറില്ല. അങ്ങനെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ഇതിഹാസം വിടവാങ്ങുന്നു. ആ ഇതിഹാസത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന നമ്മൾ മഹാഭാഗ്യവാന്മാരാണെന്ന് ഉറപ്പായും പറയാം. ആ MDയുടെ വാക്കുകൾ മുഖതാവിൽ കേട്ട ഞാനടക്കമുള്ള തലമുറ ഉറപ്പായും ഭാഗ്യം ചെയ്ത തലമുറയാണെന്ന് ഉറപ്പായും പറയാം. കാര്യം ഇനി വരും തലമുറയ്ക്ക് ആ ഒരു ഭാഗ്യം കിട്ടില്ല. ഇത്തരത്തിൽ സമഗ്ര മേഖലകളിലും കയ്യൊപ്പതിപ്പിച്ച, സമഗ്ര മേഖലകളിലും ഇത്തരത്തിൽ അതിനെ തൊട്ടതൊക്കെ പൊന്നാക്കി മാറ്റിയ, മലയാളത്തിന്റെ ദാർശനികതയുടെ ഒരു കണ്ണാടി പോലെ ഉയർന്നു നിന്ന, ആകാശത്തോളം വലിയ ഉയരത്തിൽ നിന്ന് ആ ദാർശനിക മാമല, അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന നമ്മളൊക്കെ മഹാഭാഗ്യവാന്മാരല്ലെങ്കിൽ മറ്റെന്താണ്? ഇവിടെ ഔദ്യോഗിക ബഹുമതി നൽകാനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. മന്ത്രി PM മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ, MP രാജേഷ് അടക്കമുള്ളവർ അവിടെ നേരത്തെ തന്നെയുണ്ട്. അവിടെ വിവിധ സംഘടനകളിലൊക്കെ റീത്തുകൾ ഇപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ റീത്ത് ഇപ്പോൾ വെക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇങ്ങോട്ടേക്കും ഈ ശ്മശാനത്തേക്കും പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത രീതിയിൽ ജനാവലി എത്തിയിരിക്കുന്നു. അത് MD അവസാനം ഒരു നോക്ക് കാണാൻ തന്നെയാണ്.